നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ ആവേശച്ചൂടിലേക്ക് മാറുകയാണ് കേരളം. ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമുണ്ടാകും. 2026 കേരളം വേദിയാകാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും? ദേശീയ തലത്തിലെ പല ഏജൻസികളും ഇതിനകം തന്നെ ഒപ്പീനിയൻ പോൾ സർവേകൾ ആരംഭിച്ചു. വിശ്വാസ്യതയിൽ മുന്നിൽ നിൽക്കുന്ന പീപ്പിൾസ് പോളിന്റെ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ ഫലം ഇതാ പുറത്തു വരികയാണ്. ആ ഫലം ഇങ്ങനെയാണ്. കേരളത്തിലാകെയുള്ളത് 140 നിയോജക മണ്ഡലങ്ങളാണ്. ആ 140 നിയോജക മണ്ഡലങ്ങളിൽ ജനങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ സർവേ ഫലം പുറത്തുവിടുന്നു. ആദ്യമായി നമ്മൾ പരിഗണിക്കുന്നത് വയനാടാണ്. വയനാട് ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ പീപ്പിൾസ് സർവേ പ്രകാരം, ഒപ്പീനിയൻ പോൾ പ്രകാരം വയനാട്ടിൽ 2026 3 നിയമസഭാ സീറ്റുകളും UDF-ന് അനുകൂലമായി വിധി എഴുതും. അതായത് അവിടെ LDF-നും BJP-ക്കുമൊന്നും ഒരു സീറ്റും ലഭിക്കില്ല. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. അതിൽ 7ഇടത്ത് UDF വിജയിക്കാനാണ് സാധ്യത, 4ഇടത്ത് LDF, 2ഇടത്ത് BJP. വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത്. BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും. 2 നിയമസഭാ സീറ്റുകൾ, ഒന്ന് തൃശ്ശൂരായിരിക്കാം, മറ്റൊന്ന് ഇരിങ്ങാലക്കുടയോ നാട്ടിയോ ആയിരിക്കാമെന്ന സൂചനകളാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത്. അടുത്തതായി പരിഗണിക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂരിൽ 11 സീറ്റുകൾ, 7ഇടത്ത് UDF വിജയിക്കാൻ സാധ്യത, 4ഇടത്ത് LDF. BJP-ക്ക് സീറ്റൊന്നും ലഭിക്കില്ല. കാസർഗോഡ് മണ്ഡലമാണ് അടുത്ത് പരിഗണിക്കുന്നത്. 5 നിയമസഭാ സീറ്റുകൾ, 3ഇടത്ത് UDF വിജയിക്കും, 1ഇടത്ത് LDF-ഉം 1ഇടത്ത് BJP-ക്കും സാധ്യത എന്ന് ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നു. അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങൾ, 13ഇടത്ത് UDF, 3ഇടത്ത് LDF. BJP-ക്ക് മലപ്പുറത്ത് ഒരു സാധ്യതയുമില്ല. അടുത്തതായി എറണാകുളത്ത് 14 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 10ഇടത്ത് BJP, അതിൽ 10ഇടത്ത് UDF വിജയിക്കും, 4ഇടത്ത് മാത്രമേ LDF-ന് വിജയിക്കാൻ സാധ്യതയുള്ളൂ. BJP എറണാകുളത്ത് ഒരു സാധ്യതയുമില്ല. അടുത്തതായി പാലക്കാട് ആകെ 12 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 6ഇടത്ത് UDF വിജയിക്കും, 5ഇടത്ത് LDF വിജയിക്കും, 1ഇടത്ത് BJP-ക്ക് സാധ്യത. പാലക്കാട് BJP ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. അവിടെ BJP വിജയിക്കുമെന്നാണ് ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത്. അടുത്തതായി കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 8ഇടത്ത് UDF-ഉം 5ഇടത്ത് LDF-ഉം വിജയിക്കും. BJP-ക്ക് കോഴിക്കോട് ഒരു സാധ്യതയും കൽപ്പിക്കുന്നില്ല. അടുത്തതായി കൊല്ലത്ത് ആകെ 11 നിയമസഭാ മണ്ഡലങ്ങൾ, 11-ൽ 3ഇടത്ത് UDF വിജയിക്കും, 8ഇടത്ത് LDF വിജയിക്കും. കൊല്ലം LDF-ന് അനുകൂലമായി വിധി എഴുതുമെന്നാണ് ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത്. അടുത്തതായി കോട്ടയത്ത് 9 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 5ഇടത്ത് UDF-ഉം 3ഇടത്ത് LDF-ഉം, 1ഇടത്ത് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA വിജയിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പൂഞ്ഞാറായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലമായിരിക്കാം. എന്തായാലും കോട്ടയത്ത് BJP-ക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്നാണ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അടുത്തതായി ആലപ്പുഴയിൽ ആകെ 9 സീറ്റുകൾ, 4 സീറ്റ് LDF, 4 സീറ്റ് UDF. നിർണായകമായ ഒരു സീറ്റിൽ ആലപ്പുഴയിൽ BJP വിജയിക്കും. അത് കായംകുളത്ത് ശോഭാ സുരേന്ദ്രനാണോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അടുത്ത ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 4 UDF വിജയിക്കുമെന്നും 1 വിജയിക്കുമെന്നും ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. പത്തനംതിട്ട ജില്ലയാണ് അടുത്തത്. 5 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 3ഇടത്ത് UDF വിജയിക്കുകയും 2ഇടത്ത് LDF വിജയിക്കുകയും ചെയ്യും. പത്തനംതിട്ടയിലും BJP-ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. അടുത്തതായി തിരുവനന്തപുരത്ത് ആകെ 14 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 8ഇടത്ത് UDF വിജയിക്കും, 4ഇടത്ത് LDF വിജയിക്കും, 2ഇടത്ത് അട്ടിമറി വിജയവുമായി BJP വെന്നിക്കൊടി പാറിക്കുമെന്നാണ് ഈ ഒപ്പീനിയൻ പോൾ സർവേ ഫലം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ 2026 UDF 84 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പീപ്പിൾസ് പോൾ, ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. 48 സീറ്റുകൾ മാത്രമേ LDF മുന്നണിക്ക് നേടാൻ കഴിയുകയുള്ളൂ. ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് BJP ആയിരിക്കും. 8 സീറ്റുകൾ BJP നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പീപ്പിൾസ് പോൾ പറയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. UDF അധികാരത്തിലെത്തുമ്പോൾ തന്നെ BJP കേരളത്തിൽ വീണ്ടും
കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കും. 8 സീറ്റുകൾ തിരുവനന്തപുരത്തും തൃശൂരിലും അടക്കം 8 സീറ്റുകൾ BJP നേടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പീപ്പിൾസ് പോൾ.